മെസ്സേജ് ഫ്രം ദെയർ സോൾ. നിങ്ങളുടെ മനസ്സിലെ വ്യക്തി അവരുടെ സോളിന്റെ മെസ്സേജ് എന്താണ് ഈ ഒരു സമയത്ത് അവർ നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എസ്പെഷ്യലി അവരുടെ സോൾ ജെന്യൂൻ ആയിട്ട് നിങ്ങളടുത്ത് തോന്നുന്ന ഒരു ഫീലിങ്സ് എന്താണ് നിങ്ങളടുത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ലെറ്റ്സ് സീ. തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ. മനസ്സിലാക്കാം നിങ്ങൾ മൂവ് ഓൺ ചെയ്യേണ്ട റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ കഴിയുന്നത് ഈ വീഡിയോ ആ വ്യക്തികൾക്ക് വേണ്ടി കാണാതിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്കറിയാം എങ്ങനത്തെ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലാണ് നിങ്ങൾ എന്നുള്ളത്. ഓക്കെ, കളക്റ്റീവ് റീഡിംഗ് ആണ്, കളക്റ്റീവ് മെസ്സേജ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓൾറൈറ്റ്, സോ തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ. ദ മെസ്സേജ് ഫ്രം ദെയർ സോൾ. അറ്റാച്ച്ഡ്. ഈ വ്യക്തിക്ക് നിങ്ങളോട് നല്ല രീതിയിലുള്ളൊരു അറ്റാച്ച്മെന്റ്, ഇമോഷണൽ അറ്റാച്ച്മെന്റ്, കാണാനുള്ള ആഗ്രഹം ഒക്കെ വളരെ കൂടുതൽ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ചിലത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ, എസ്പെഷ്യലി നിങ്ങൾ ഈ ഒരു സമയം കോണ്ടാക്റ്റിൽ ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് ആഗ്രഹം ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സോളിന് ഡെഫിനറ്റ്ലി ചില കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം, വീണ്ടും തുടങ്ങണം. ഓക്കെ, വീണ്ടും കണക്ട് ചെയ്യാനുള്ള ഒരു ആഗ്രഹം, വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഡെഫിനറ്റ്ലി ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ്, ഓർ മേ ബി ലൈക്ക് ചില കാര്യങ്ങളൊക്കെ അവര് മനഃപൂർവ്വം അല്ലാതെയോ ചില കാര്യങ്ങൾ തന്നെ വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു എന്താണെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ഈ ഒരു ടൈമിൽ ഈ വ്യക്തിക്ക് വീണ്ടും നിങ്ങളിലേക്ക് കണക്ട് ചെയ്യണം, വീണ്ടും ഒരു സ്റ്റാർട്ട്, അങ്ങനത്തെ ഒരു ഫീലിങ്സ് ആണ് ഉണ്ടാവുന്നത്. മേ ബി ഈ വ്യക്തി നിങ്ങൾ ഓൾറെഡി അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓൾറൈറ്റ്, ഓർ നിങ്ങൾക്ക് വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു എനർജി മേ ബി ഈ വ്യക്തിയെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റീസെന്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഒരു റിട്ടേൺ തോന്നുന്ന ചില ഫീലിങ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില സൈൻസ് ഉണ്ടായിരിക്കാം. ഓക്കെ, സോ ഈ ഒരു വ്യക്തിയെ പറ്റി മേ ബി ഈ വ്യക്തിയുടെ പേര് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുന്നതായിരിക്കാം, ഓർ ഈ വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നതായിരിക്കാം. ഓക്കെ, ഓർ നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് എവിടെയെങ്കിലും കാണുന്നതോ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതോ ആയിരിക്കാം. ഇറ്റ്സ് എ ഗ്രേറ്റ് സൈൻ. ഈ വ്യക്തി നിങ്ങളെ വളരെ പ്ലസന്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇന്റേണൽ ഹാപ്പിനെസ് നിങ്ങൾക്ക് മേ ബി റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഏതെങ്കിലും തരത്തില് ഒരു വിഷമായിട്ട് എടുത്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയമായിട്ട് നിങ്ങൾക്ക് വളരെ പ്ലസന്റ് ആയിട്ടുള്ള അനുഭവങ്ങള്, ചിന്തകൾ, ഫീലിങ്സ് ഒക്കെ നിങ്ങൾക്ക് ടെലിപ്പത്തിക്കലി നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം വിതൗട്ട് റീസൺ. വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഫീലിങ്സ് ആണ് നിങ്ങളെ പറ്റി വ്യക്തിക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, ആൻഡ് എസ്പെഷ്യലി ലൈക്ക് ചില പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് അല്ലെങ്കിൽ കോൺഫിഡൻസ് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സന്തോഷമായിട്ട് എടുക്കുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓർ എസ്പെഷ്യലി നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങളൊരു ഗ്യാപ്പിനൊക്കെ ശേഷം നിങ്ങൾ വീണ്ടും കണക്ട് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ഓർ ഓൾറെഡി റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് ഒരുപാട് ലോയൽ ആയിട്ടുള്ള ഒരു ഫീലിങ്സ് നിങ്ങളെടുത്ത് ഉണ്ടാവുന്നുണ്ട്. ഈ വ്യക്തിക്ക് നിങ്ങളടുത്ത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഇന്റൻഷൻ ആണ്. ഓക്കെ, വളരെ ലോയൽ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം നിങ്ങളടുത്ത്. ഓക്കെ, നിങ്ങൾ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ഒരുപാട് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടാണ് ആക്ച്വലി നിങ്ങളുടെ കൂടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, പ്രൊട്ടക്റ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രൊട്ടക്ഷൻ ഈ ഒരു വ്യക്തി നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓൾറൈറ്റ്, ഓർ ചില ആളുകൾക്ക് ഈ ഒരു വ്യക്തിയുടെ സോൾ, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ഒരു പ്രൊട്ടക്ഷൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി ഒരു വലിയ സ്ട്രോങ് ആയിട്ടുള്ളൊരു ലോയൽ ഈ വ്യക്തിയുടെ സോളിന് നിങ്ങളടുത്ത് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, പേഴ്സൺ ഓൺ യുവർ മൈൻഡ്, ദ മെസ്സേജ് ഫ്രം ദെയർ സോൾ. മേ ബി നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് എന്തെങ്കിലും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, റീയൂണിയൻ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ പേഷ്യന്റ് ആയിട്ട് നിൽക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, മേ ബി വ്യക്തിക്ക് കുറച്ച് സമയം വേണ്ടി വരാം, അല്ലെങ്കിൽ ചില ഡിവൈൻ ടൈം നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, കാരണം ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ഗ്രോത്ത് ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന ചില വളർച്ചകൾ നിങ്ങൾ ആക്ച്വലി കാണുന്നുണ്ടാവില്ല. ഓക്കെ, പക്ഷെ ഒരു ടൈമിൽ നിങ്ങളത് വീണ്ടും കണക്ട് ചെയ്യുന്ന സമയത്ത്, അതിൻ്റെതായിട്ടുള്ള ഒരു ഇന്റൻസിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന റിലേഷൻഷിപ്പ് ആണിത്. ഓക്കെ, ഈ വ്യക്തിക്ക് നിങ്ങളടുത്ത് വളരെ റിച്ച് ആയിട്ടുള്ള ഫീലിങ്സ് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, മെസ്സേജ് ഫ്രം ദെയർ സോൾ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്
ഈ സമയം നിങ്ങൾ കോണ്ടാക്റ്റിൽ ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ മെമ്മറീസ്, നിങ്ങളുടെ ഒരു പ്രസൻസിലാണ് ആക്ച്വലി ജീവിക്കുന്നത്, നിങ്ങളുടെ തോട്ട്സ്. ഓക്കെ, ഓർ നിങ്ങൾ ടെലിപ്പത്തിക്കലി വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഓർ നിങ്ങളുടെ പ്രസൻസ് കണക്ട് ചെയ്യുന്ന, ഈവൻ നിങ്ങൾ കോണ്ടാക്റ്റിൽ ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ പ്രസൻസ് കണക്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ അവർ അറിഞ്ഞോ അറിയാതെയോ അവരായിട്ട് തന്നെ കണക്ട് ചെയ്യുന്നുണ്ട്, റിലേറ്റ് വിത്ത് സിറ്റുവേഷൻ. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആ വ്യക്തിയുടെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് ഏതൊക്കെയോ രീതിയിൽ അവർ സ്വയം കാണിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ സോൾ അങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ട്. ചില ആളുകളുടെ പ്രസൻസ് നമ്മളുടെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിലും നമ്മൾ പ്രിറ്റൻഡ് ചെയ്യും ആ വ്യക്തി നമ്മളുടെ കൂടെ ഉണ്ട് എന്നുള്ളത്, അല്ലെ. ഇപ്പൊ ഒരാൾ നമ്മളുടെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ആ വ്യക്തിയുടെ ഓർമ്മകളിൽ ജീവിക്കുന്നത് ആ വ്യക്തിയുടെ കൂടെ ജീവിക്കുന്ന പോലെയാണെന്ന് പറയുന്നത് പോലെ. ഓക്കെ, സോ അങ്ങനത്തെ നിങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ഓർമ്മകൾ നിങ്ങൾ ഈ വ്യക്തിയുടെ കൂടെ ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഫിസിക്കലി പ്രസന്റ് അല്ല എന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയാണ് അവര് വിചാരിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, കാരണം നിങ്ങളുടെ ആബ്സെൻസ് ഓവർകം ചെയ്യുന്ന ചില കാര്യങ്ങൾ അവരായിട്ട് തന്നെ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, വിച്ച് മീൻസ് ലൈക്ക് ഈ വ്യക്തിക്ക് സ്പെഷ്യലി ലൈക്ക് ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് വലിയ രീതിയിലുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് അവർക്ക് ഒരുപാട് ആങ്സൈറ്റി ഉണ്ടാക്കുന്നുണ്ട്, ട്രസ്റ്റ് മേ ബി ഉണ്ടാവില്ല. ഓക്കെ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല, ചില കാര്യങ്ങൾ അവർ ഒരുപാട് പാരനോയിഡ് ആക്കുന്നുണ്ട്. ഓക്കെ, ഓർ ആക്ച്വലി ഈ വ്യക്തി നിങ്ങളുടെ പേര്, ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ദേ ആർ ക്രൈങ്. ഓക്കെ, അല്ലെങ്കിൽ അവർ ആക്ച്വലി നിങ്ങൾ ഒരുപാട് വിളിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേര് ഒരുപാട് ഈ വ്യക്തി കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓർ ചില വാക്കുകൾ, ഓക്കെ, നിങ്ങളുടെ പ്രസൻസ് കാണിക്കുന്ന ചില വാക്കുകൾ ആ വ്യക്തി യൂസ് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, കാരണം ഈ വ്യക്തി നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് ഡെഫിനറ്റ്ലി ഹൈഡ് ചെയ്ത് വെക്കുകയാണ് ഈ ഒരു സമയം. അവര് നിങ്ങളടുത്ത് അത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, മെസ്സേജ് ഫ്രം ദിയർ സോൾ. എന്താണ് അവർക്ക് നിങ്ങളടുത്ത് ജെന്യൂൻ ആയിട്ട് പറയാൻ തോന്നുന്നത്? നിങ്ങൾ എത്ര ഡിസ്റ്റൻസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആക്ച്വലി ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പ്രസൻസ് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയുടെ കൂടെയാണ്, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കൂടെ നിങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ അവർ അങ്ങനെയാണ് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങളുടെ ഒരു തോട്ട്സ്, മെമ്മറീസ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇമ്പാക്റ്റ് ആയിട്ടുള്ളത്. ഡെഫിനറ്റ്ലി. ഓക്കെ, നിങ്ങൾ ഫിസിക്കലി ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, the message from their soul. സ്നേഹാണ്, ലോയൽ ആണ്, ജെന്യൂൻ ആയിട്ടുള്ള ഫീലിങ്സ്. എസ്പെഷ്യലി നൈറ്റ് ഈ വ്യക്തി നിങ്ങൾ ഒരുപാട് കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ വ്യക്തി ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് വിളിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പേര് നിങ്ങൾ ഒരുപാട് ഈ വ്യക്തി വിളിക്കുന്നുണ്ട്. ലൈക്ക് ഐ ക്യാൻ ആക്ച്വലി ഫീൽ ദെയർ സോൾ ഇസ് ക്രൈങ്, സ്ക്രീമിങ്. ഐ ഡോണ്ട് നോ, ലൈക്ക് വളരെ ഇന്റൻസ് ആയിട്ട് പോകുന്നു. ഓക്കെ, കാരണം ലൈക്ക് ദേ ആർ സ്ക്രീമിങ് വിത്ത് യുവർ നെയിം. ഈ വ്യക്തി നിങ്ങൾ ഒരുപാട് സെർച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്പെഷ്യലി നിങ്ങൾ കോണ്ടാക്റ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ കണ്ണെപ്പോഴും നിങ്ങളെ സെർച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളാണ് എപ്പോഴും ലൈക്ക് ഈവൻ ലൈക്ക് നോ മാറ്റർ ലൈക്ക് അവരുടെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിലും അവരുടെ കണ്ണ് ആക്ച്വലി പതിഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ അവർ നോക്കുന്നത്, അവരുടെ കണ്ണുകൾ നോക്കുന്നത് കുറച്ചുകൂടെ കാവ്യാത്മകമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കണ്ണുകൾ നിങ്ങളെ മാത്രമേ നോക്കുന്നുള്ളൂ, നിങ്ങളുടെ അടുത്ത് മാത്രമേ ഇരിക്കുന്നുള്ളൂ. അവരുടെ ഹാർട്ട്, അവരുടെ സോൾ നിങ്ങളുടെ അടുത്ത് മാത്രമേ ഇരിക്കുന്നുള്ളൂ. കാരണം ഇവിടെയാണ് അവർക്ക് ലോയൽ ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, മേ ബി അവരുടെ ഒരു വളരെ സോളിന് തോന്നിയിട്ടുള്ള വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ആയിരിക്കാം. മേ ബി അത് അവർക്ക് മനസ്സിലാക്കാൻ ചില ആളുകൾക്ക് അത് അവരുടെ ഒരു ഓത്തന്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസിലേക്ക് ചില ആളുകൾക്ക് കണക്ട് ചെയ്യാൻ അതിൻ്റെതായിട്ടുള്ള, അല്ലെങ്കിൽ അവര് പോകേണ്ടതായിട്ടുള്ള ലൈഫ് സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരിക്കാം. സി വളരെ എമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് വളരെ സെന്റിമെന്റൽ ആയിട്ടുള്ള
സിറ്റുവേഷൻ. ഓക്കെ, അവരുടെ ഒരു സോളിന്റെ ഒരു സിറ്റുവേഷൻ വളരെ പേഴ്സണലി എടുക്കാതിരിക്കുക. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ, because it's too intense. I don't know how to explain their feelings, genuine ആയിട്ടുള്ള feelings. Okay, so, to be very frank, see, നിങ്ങൾ കോണ്ടാക്റ്റിൽ ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ ഉണ്ട് ആ വ്യക്തിയുടെ കൂടെ. ഓക്കെ, അതാണ് അവർ ഒരുപാട് ഹോണ്ട് ചെയ്യുന്നതും. ഓക്കെ, അതാണ് അവർക്ക് നിങ്ങളെ അവരുടെ തലേന്ന് എടുത്ത് മാറ്റാൻ പറ്റാത്തത്. ഓൾറൈറ്റ്, അറ്റാച്ച്ഡ് ആവുന്നുണ്ട്, വളരെ വളരെ കൂടുതൽ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഒരു അൺഹെൽത്തി അറ്റാച്ച്മെന്റ് എന്നല്ല പറയുന്നത്, അവരുടെ ഒരു ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അവരുടെ സോളിന്റെ ഒരു ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. ഓക്കെ, കാരണം അവര് നിങ്ങളുടെ അടുത്ത് വളരെ കണക്റ്റഡ് ആണ്. ഓക്കെ, വളരെ മേ ബി നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കാം മേ ബി നിൽക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഡെഫിനറ്റ്ലി അവരുടെ സോൾ കംപ്ലീറ്റ് ആവുന്നത്, ആ ഒരു റിച്ച് ഫീലിംഗ്സ്, സെക്യൂർഡ് ആയിട്ടുള്ള ഫീലിംഗ്സ്, പ്രൊട്ടക്റ്റഡ് ആയിട്ട് തോന്നുന്നത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന സമയത്താണ്. ആൻഡ് ഐ എം ഷുവർ ദാറ്റ് ഈ വ്യക്തി നിങ്ങളുടെ കൂടെ നിൽക്കുന്ന സമയത്ത് അത്ര ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ഫീലിംഗ്സ് ആണ് അവർക്ക് ഉണ്ടാവുന്നത്. അവരുടെ സോൾ ഡെഫിനറ്റ്ലി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ കൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും മേജർ ഡിഫറൻസ് ഉണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കാം, ബട്ട് നിങ്ങൾ വളരെ കൂടുതൽ ഇമോഷണലി കണക്റ്റഡ് ആണ്. ഓക്കെ, ഇറ്റ്സ് മേ ബി പുറമേ നിന്ന് നോക്കുന്ന ആളുകളും മേ ബി വിചാരിക്കും എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വന്നത് എന്നുള്ളത്. ഓക്കെ, എങ്ങനെയാണ് ഇങ്ങനെ ഇത്ര ഒരു ഇന്റൻസ് ആയിട്ട് നിങ്ങൾക്ക് പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. ഓൾറൈറ്റ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, ഒരു കൈൻഡ് ഓഫ് ബ്ലെസ്സിങ് ആണ് ആക്ച്വലി. നമ്മളെടുത്ത് അത്രൊരു ഇന്റൻസ് ആയിട്ടുള്ള ഫീലിങ്സ് ചില ആളുകൾക്ക് തോന്നാന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ്. ഓക്കെ, സോ അത് മേ ബി അവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവരുടെ സോൾ ഡെഫിനറ്റ്ലി അത് നിങ്ങളടുത്ത് അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ടച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ടച്ച്, ദേ വോണ്ട് ടു ടച്ച് യു. ഓക്കെ, അല്ലെങ്കിൽ അവര് നിങ്ങളെ മേ ബി hand. Okay, hand, or I don't know, hold ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി. അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഫീലിങ്സ് കൈൻഡ് ഓഫ് ട്രാപ്ഡ്. ഓക്കെ, അവർ ഒരുപാട് ഹോണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് മേ ബി അവർക്കത് മനസ്സിലാവുന്നുണ്ടായിരിക്കില്ല. അവർക്ക് സന്തോഷമാണ്, കൈൻഡ് ഓഫ് ലവ് ഹേറ്റ് സിറ്റുവേഷൻ. ഓക്കെ, ഇറ്റ്സ് നോട്ട് അവർക്ക് നിങ്ങളോട് ഒരു വെറുപ്പുണ്ട് എന്നുള്ളതല്ല, പക്ഷെ അവർക്കത് ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഈ ഒരു ഫീലിങ്സ്, നിങ്ങളോട് തോന്നുന്ന ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഓക്കെ, റിട്ടേൺസ് ഉണ്ടാവുന്നുണ്ട് ഡെഫിനറ്റ്ലി. നിങ്ങൾ ഓൾറെഡി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ വ്യക്തിക്ക് നിങ്ങളുടെ വളരെ ഡീപ്പ് ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ട്. യു ആർ സോ ബ്ലെസ്ഡ്. ഓക്കെ, നിങ്ങൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ, ആൻഡ് സീ ദിസ് പേഴ്സൺ ഇസ് വെരി ലോയൽ ടു യു. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ പേര് നിങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു വ്യക്തിയുടെ ഹെഡിൽ. ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ അത്രയൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് മേ ബി ഈ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം, നിങ്ങളടുത്ത് മാത്രമായിരിക്കണം. ഓക്കെ, സോ ഐം നോട്ട് ടെല്ലിംഗ് വാട്ട് ഈസ് യുവർ സിറ്റുവേഷൻ. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് അറിയില്ല, പക്ഷെ ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ എങ്ങനെയാണ്, നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ വലിയ രീതിയിൽ ചീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കേൾക്കരുത്. ഓക്കെ, മൈ റീഡിങ്സ് ഓൾവേസ് പ്രൊട്ടക്റ്റഡ് ഫ്രം ദാറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ. Okay, please do not watch my video for those who cheated in your relationship emotionally, physically and financially. ഓക്കെ, നിങ്ങൾക്ക് ആക്ച്വലി ഈ ഒരു റിലേഷൻഷിപ്പ് റിലേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ലൈഫിലൊക്കെ. കാരണം അറിയാം നിങ്ങൾ ഇത്ര ഇന്റൻസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ പോയിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ റിലേറ്റ് വിത്ത് യുവർ സിറ്റുവേഷൻ. ഓക്കെ, ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു റീഡിംഗ് ആയിട്ട് വരുന്ന ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.